ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ ഫിഷ് കറിയാണ്. അപ്പോൾ ഫിഷ് കറി റെഡിയാക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്ത മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി അതിന് ശേഷം നമുക്കിതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഫിഷ് കറി വെക്കാനായിട്ട് ഇതുപോലെയുള്ള മൺചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ഉലുവായും പൊട്ടിക്കുക. പിന്നീട് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്കിവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി ചെറുതായിട്ട് പീസാക്കിയതിന് ശേഷം നമ്മളത് വെള്ളത്തിൽ കഴുകിയിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി എണ്ണയിൽ നന്നായിട്ട് വരട്ടുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നീട് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് പോലെ നമ്മളിതൊന്ന് നന്നായിട്ട് ചൂടാക്കി ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഡാർക്കാകും. അതുപോലെ നമ്മൾ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് നന്നായിട്ട് ഇത് മൂത്ത ഒരു മണമൊക്കെ വന്നതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ കുറേ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് വെള്ളമായി പോവും. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ. അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയുള്ള മീൻ നമുക്ക് ഈ സമയത്ത് റെഡി ആയിരിക്കണം. അപ്പം നമ്മളിത് ഒരു വളർത്തു മീനാണ്, നമുക്കിവിടെ കടലിലെ മീനൊന്നും അവൈലബിൾ അല്ല. അപ്പം നമ്മൾ ഈ മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ നമുക്ക് ഈ തിളച്ച അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് ചെറിയ തീയിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് തിക്കായിട്ട് കിട്ടണം, ഒരുപാട് വെള്ളം പോലെയല്ല, തിക്കായിട്ട് കിട്ടണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ മുളകൊക്കെ വറുക്കുന്ന ടൈമിൽ അതിനാവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പം നമ്മളിപ്പം മീനൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ശേഷം വേണം നമ്മൾ ഇത് കവർ ചെയ്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ. അപ്പം മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ പച്ച വെളിച്ചെണ്ണ, തേങ്ങയുടെ എണ്ണ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില അവൈലബിൾ അല്ല, എപ്പോഴും ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇടുന്ന സമയത്തും കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.